നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. വെജൈനൽ സർജറിയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെൻറ് വിക്ടോറിയ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ NR റീനിയാണ്. സൊസൈറ്റി ഓഫ് വെജൈനൽ സർജൻ ഓഫ് ഇന്ത്യ കേരള ചാപ്റ്റർ പ്രസിഡന്റ് കൂടിയാണ് ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ, ഈ ഒരു വിഷയം എന്ന് പറയുന്നത് വളരെയധികം കരുതലോടുകൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒരുപാട് ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഈ വെജൈനൽ സർജറി. അങ്ങനെ പറയുമ്പോൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്താണ് ഈ വെജൈന എന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഞാനൊരു മോഡലിന്റെ സഹായത്തോടു കൂടി ഇതൊന്ന് പറയാൻ ശ്രമിക്കാം. ഇതാണ് യൂട്രസ് എന്ന് പറയുന്നതാണ് ഈ മുകളിൽ കാണുന്ന ഭാഗം. യൂട്രസിന്റെ രണ്ട് സൈഡിലായിട്ട് ട്യൂബ് ഓവറീസ് ഉണ്ട്. എന്നിട്ട് ഈ ഗർഭാശയ മുഖം അഥവാ സെർവിക്സ് എന്ന് പറയുന്ന യൂട്രസിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗം തുറക്കുന്നത് വെജൈനയിലേക്കാണ്. വെജൈന എന്ന് പറഞ്ഞാൽ നമ്മുടെ യോനി നാളിയാണ് വെജൈന എന്ന് പറയുന്നത്. അപ്പൊ വെജൈനയുടെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഗർഭാശയ മുഖം തുറന്നിരിക്കുന്നത്. അപ്പൊ ഈ സാധാരണ ഗർഭാശയത്തിനുണ്ടാകുന്ന അസുഖങ്ങൾ, ഫൈബ്രോയിഡ്, മുഴകളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായാല് നമുക്ക് പല രീതിയിൽ ഗർഭപാത്രം നീക്കം ചെയ്യാൻ സാധിക്കും. അത് വെജൈനയിലൂടെ അല്ലെങ്കിൽ ഈ യോനി നാളിയിലൂടെ യൂട്രസ് മാറ്റുന്നതിനെയാണ് നമ്മൾ വെജൈനൽ സർജറി. വെജൈനൽ സർജറിയിൽ സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നത് യൂട്രസ് മാറ്റം ചെയ്യുന്ന സർജറിയാണ്. മറ്റനേകം സർജറികളും നമുക്ക് വെജൈനയിലൂടെ ചെയ്യാൻ കഴിയും. ഈ യൂട്രസ് മാറ്റുന്നതിന് സാധാരണ ഇപ്പൊ പ്രചാരത്തിലുള്ള ഏറ്റവും പ്രചാരത്തിലുള്ളതെന്ന് പറഞ്ഞാൽ അബ്ഡോമിനൽ ഹിസ്റ്ററക്ടമി എന്ന് പറയും. വയറ് കീറി ഓപ്പറേഷൻ ചെയ്ത് ഈ ഗർഭപാത്രത്തിന്റെ വയറിനകത്തുള്ള അതിന്റെ അറ്റാച്ച്മെന്റ്സ്, അതായത് വയറിന്റെ സൈഡിലേക്കും പെൽവിസിലോട്ടും 4 വശത്തോട്ടും ഇത് അറ്റാച്ച്ഡ് ആയിരിക്കും ഓരോ അവയവങ്ങളും നമ്മുടെ വയറിനകത്തുള്ള. അതുപോലെ ഈ യൂട്രസും വയറിനകത്ത് അതിന്റെ സൈഡ് ബോൾസിലോട്ട് അറ്റാച്ച്മെന്റ്സ് ഉണ്ട്. ഈ അറ്റാച്ച്മെന്റ്സ് എല്ലാം സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് താഴെ വെജൈനയുമായിട്ടുള്ള കണക്ഷൻ മാറ്റിയാലേ നമുക്ക് ഈ യൂട്രസിനെ വയറിനകത്ത് നിന്ന് പുറത്തേക്ക് മാറ്റാൻ കഴിയും. സാധാരണഗതിയിൽ അബ്ഡോമിനൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വയറ് കീറി വയറിന്റെ അടിഭാഗത്തായിട്ട് നീളത്തിലൊരു മുറിവുണ്ടാക്കി ആ മുറിവിലൂടെ വയറിനകത്ത് എത്തി യൂട്രസിന്റെ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ബാക്കിയുള്ള അറ്റാച്ച്മെന്റുകളെല്ലാം കട്ട് ചെയ്ത് സൈഡിൽ നിന്നുള്ളത് കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വെജൈനയിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ യൂട്രസിനെ പുറത്തേക്ക് എടുക്കുന്നു. അതാണ് നമ്മൾ അബ്ഡോമിനൽ ഹിസ്റ്ററക്ടമി എന്ന് പറയുന്നത്. രണ്ടാമത് നമുക്കറിയാവുന്നത് കീഹോൾ ശസ്ത്രക്രിയ എന്നതാണ്. ഈ കീഹോൾ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാല് വയറ് കീറുന്നതിന് പകരം ചെറിയ ഹോൾസ് ഇടും. അതായത് 10 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു ഹോളും അതിൽ താഴെ 10 മില്ലിമീറ്റർ അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു ഹോളും അതിൽ താഴെ വലിപ്പമുള്ള, അതായത് 5 മില്ലിമീറ്റർ അല്ലെങ്കിൽ 7 മില്ലിമീറ്റർ വലിപ്പത്തിലുള്ള 2 അതിലധികമോ ഹോളുകളും ഇട്ടതിന് ശേഷം ഈ ഹോളിലൂടെ ഉപകരണം കടത്തി യൂട്രസിനെ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി വെജൈനയിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ട് വെജൈനയിലൂടെയാണ് മിക്ക അവസരങ്ങളിലും ഈ യൂട്രസിനെ എന്നിട്ട് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഇത് കീ ഹോൾ ശസ്ത്രക്രിയയിൽ ചെയ്യുന്നതാണ്. ഞാനിപ്പോ പറഞ്ഞത് ആദ്യം വയറ് കീറിയുള്ള ഓപ്പറേഷൻ, രണ്ടാമത് പറഞ്ഞത് കീ ഹോൾ ശസ്ത്രക്രിയ, മൂന്നാമതായിട്ട് ഇനിയാണ് ഞാൻ ഈ വെജൈനൽ സർജറി എന്താണെന്ന് പറയാൻ പോകുന്നത്. വെജൈനൽ സർജറി എന്ന് പറഞ്ഞാല് നമ്മൾ ഈ വെജൈന, ഈ കാണുന്ന ട്യൂബ്, വെജൈന എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബ് പോലെയുള്ള ഒരു അവയവമാണ്. ഇതാണ് ആ ട്യൂബ്. ഈ ട്യൂബിന്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഗർഭാശയ മുഖം തുറന്നിരിക്കുന്നത്. അപ്പൊ ഈ ഭാഗത്തൂടെ വന്ന് ഈ വെജൈനയിൽ നിന്ന് നമ്മൾ ആദ്യം യൂട്രസിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിന്റെ വെജൈനയിലൂടെ തന്നെ ഈ കട്ട് ചെയ്ത സ്പേസിലൂടെ തന്നെ വയറിനകത്ത് പ്രവേശിച്ചിട്ട് യൂട്രസിന്റെ സൈഡിലേക്ക് ഗർഭപാത്രത്തിന്റെ അറ്റാച്ച്മെന്റുകളെല്ലാം വെജൈന വഴി തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വെജൈനയിലൂടെ തന്നെ യൂട്രസിനെ മാറ്റുന്നതാണ് വെജൈനൽ ഹിസ്റ്ററക്ടമി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ മുറിവ് മാത്രമാണ് നമ്മൾ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. ബാക്കി ഈ അബ്ഡോമിനൽ ഹിസ്റ്ററക്ടമി എന്ന് പറഞ്ഞാലും ഈ ഒരു മുറിവ് എന്തായാലും ഉണ്ടാക്കിയേ പറ്റൂ. കാരണം വെജൈനയിൽ നിന്ന് നമുക്ക് യൂട്രസിനെ കട്ട് ചെയ്ത് മാറ്റണം. പക്ഷേ വയറിനുള്ളിലേക്ക് എത്താനായിട്ട് വയറിനടിഭാഗത്ത് 10 സെന്റിമീറ്ററോളം വലിപ്പത്തിലുള്ള ഒരു മുറിവ് ഉണ്ടാക്കി ആ മുറിവിലൂടെയാണ് നമ്മൾ വയറിനകത്തേക്ക് കടക്കുന്നത്. രണ്ടാമത് കീ ഹോൾ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാല് ഈ വെജൈനയിൽ നിന്ന് നമുക്ക് യൂട്രസിനെ എന്തായാലും കട്ട് ചെയ്ത് മാറ്റണം. ഈ ഒരു മുറിവ് അവിടെയും ഉണ്ടാകുന്നുണ്ട്. ഒപ്പം 10 മില്ലിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു ഹോളും 5 മില്ലിമീറ്ററോളം വലിപ്പമുള്ള 2 or 3 ഹോളുകളും വയറിൽ സൃഷ്ടിച്ചിട്ടാണ് നമ്മൾ വയറിനകത്തേക്ക് കടക്കുന്നത്. ഇതൊന്നുമില്ലാതെ, ഒരു ഹോളും ഇല്ലാതെ വെജൈനയിൽ നിന്ന് കട്ട് ചെയ്ത് വെജൈനയിലൂടെ തന്നെ മാറ്റം ചെയ്യുന്നതാണ് വെജൈനൽ ഹിസ്റ്ററക്ടമി എന്നതുകൊണ്ട്, അല്ലെങ്കിൽ വെജൈനൽ സർജറികളിൽ നമ്മൾ ചെയ്യുന്നത് ഇതാണ്. ശരി ഡോക്ടർ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു സർജറിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ വെജൈന വഴി ചെയ്യാൻ കഴിയുന്ന സർജറികൾ അത് ഏതൊക്കെയാണ്? ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അങ്ങനെ ഒരു സർജറിയിൽ അത്തരം സർജറികൾ ചെയ്യുന്നത്?
വെജൈനയിലൂടെ നമുക്ക് ഗർഭപാത്രം മാറ്റം ചെയ്യാൻ കഴിയും. ഗർഭപാത്രത്തിലുള്ള മുഴകൾ വെജൈനയിലൂടെ വെളിയിലോട്ട് തള്ളി നിന്നാൽ നമുക്ക് അത്തരം മുഴകൾ നമുക്ക് നീക്കം ചെയ്യാൻ കഴിയും. പിന്നെ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. പല സ്ത്രീകൾക്കും പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ മൂത്രം ലീക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ഈ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടുന്ന ശസ്ത്രക്രിയകൾ, ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ട്രാൻസ് ഒബ്റ്റുറേറ്റർ ടേപ്പ്, അത് വെജൈനയിലൂടെ ചെയ്യാൻ കഴിയുന്ന അത്തരം സർജറികളുണ്ട്. പിന്നെ സെർവൈക്കൽ സർക്ലാജ് എന്ന് പറയും. ഗർഭിണികൾക്ക് മാസം തികയുന്നതിന് മുൻപ് തന്നെ ഗർഭാശയ മുഖം വികസിക്കുകയും കുഞ്ഞ് പ്രസവം നടന്നു പോകുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇത് വരാതിരിക്കുന്നതിന് വേണ്ടി ഗർഭാശയ മുഖത്ത് തയ്യലിടുന്ന സെർവൈക്കൽ സർക്ലാജ് എന്ന ശസ്ത്രക്രിയ വെജൈനയിലൂടെയാണ് ചെയ്യുന്നത്. പിന്നെ പ്രസവ സമയത്തുണ്ടാകുന്ന മുറിവുകൾ, എപ്പിസിയോട്ടമി, പെരിനിയൽ ടയർ, ചിലപ്പം ഈ ചില ശസ്ത്രക്രിയകൾക്ക് ശേഷമോ വളരെ ബുദ്ധിമുട്ടുള്ള പ്രസവത്തിന് ശേഷമോ മൂത്രം വെജൈനയിലൂടെ ലീക്ക് ചെയ്തു പോകുന്ന അവസ്ഥയുണ്ട്. ഫിസ്റ്റുല, വെസൈക്കോ വെജൈനൽ ഫിസ്റ്റുല എന്ന് പറയും, അല്ലെങ്കിൽ റെക്ടോ വെജൈനൽ ഫിസ്റ്റുല, മലം വെജൈനയിലൂടെ പോകുന്ന അവസ്ഥയുണ്ട്. ഇത്തരം അവസരങ്ങളിലെല്ലാം അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടുന്ന ഓപ്പറേഷനുകളും നമുക്ക് വെജൈനയിലൂടെ ചെയ്യാൻ കഴിയും. കൂടാതെ വെജൈനയ്ക്ക് അകത്തുണ്ടാകുന്ന സിസ്റ്റുകളുണ്ട്, ചിലതരം മുഴകള്, ബാർത്തോളിൻ സിസ്റ്റ് എന്നൊക്കെ പറയും. അതെല്ലാം നമ്മൾ ചെയ്യുന്നത് വെജൈനയിലൂടെയാണ്. ശരി ഡോക്ടറെ, നമ്മൾ നേരത്തെ ഗർഭപാത്ര ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഗർഭപാത്ര ശസ്ത്രക്രിയ ഈ വെജൈനൽ വഴി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ വഴി ചെയ്യുന്നതാണോ? എങ്ങനെയാണ് നല്ല രീതി ഏതാണ്? വെജൈനയിലൂടെ ഗർഭപാത്രം നീക്കം ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് ശരിക്ക് മറ്റു രീതികളുണ്ട്. മറ്റു രീതികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബ്ഡോമിനൽ ഹിസ്റ്ററക്ടമി ഉണ്ട്, അതല്ലെങ്കിൽ കീ ഹോൾ ശസ്ത്രക്രിയ ചെയ്യാം. പക്ഷെ വെജൈനൽ ഹിസ്റ്ററക്ടമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നോ ഹോൾ സർജറിയാണ്. അതായത് പ്രത്യേകിച്ച് നമ്മൾ ഒരു ഹോളും ഇടുന്നില്ല. ഈ വെജൈനയിലൂടെ അല്ലാതെ മറ്റൊരു മുറിവും സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാക്കാതെ തന്നെ നമുക്കിത് ചെയ്യാൻ കഴിയും. ഈ 3 ശസ്ത്രക്രിയകൾ നമ്മൾ താരതമ്യം ചെയ്താൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നത് വെജൈനൽ സർജറിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി സമയം കൂടുതൽ വേണം അബ്ഡോമിനൽ ഹിസ്റ്ററക്ടമി ചെയ്യാൻ. കീഹോൾ ശസ്ത്രക്രിയയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സമയം വേണ്ടതായിട്ട് വരാം. പിന്നെ അതുപോലെ ഇതിന് വലിയ വലിയ ഇൻസ്ട്രുമെന്റ്സ്, വളരെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല. വളരെ ഒരു ലെസ് എക്സ്പെൻസീവ്. 3 നമ്മൾ കമ്പയർ ചെയ്താൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് അല്ലെങ്കിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ശസ്ത്രക്രിയയാണ് വെജൈനൽ സർജറി എന്ന് പറയുന്നത്. പിന്നെ ഇതിന് പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി, സർജറി ചെയ്തു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് എത്ര പെട്ടെന്ന് സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്നത്, പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി വളരെ നല്ല രീതിയിൽ 2-3 ദിവസത്തിനകം തന്നെ, സർജറി ചെയ്താലും നെക്സ്റ്റ് ഡേ 6-7 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓറൽ ഫ്ലൂയിഡ്സ് കൊടുക്കാൻ കഴിയും. നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് ഫുഡ് കൊടുക്കാം. 2-3 ദിവസത്തിനകത്ത്. പലപ്പോഴും ലാപ്രോസ്കോപ്പിക് സർജറി വളരെ പെട്ടെന്ന് നമുക്ക് രോഗിയെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും. ഏതാണ്ട് അതിനോട് കിടപിടിക്കത്തക്ക രീതിയിൽ തന്നെ വെജൈനൽ സർജറി കഴിഞ്ഞാൽ നമുക്ക് രോഗിയെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും. ചിലവ് കുറവാണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി വളരെ പെട്ടെന്ന്, അതായത് സാധാരണ നിലയിലേക്ക് രോഗി എത്തുന്നത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്നു. പിന്നെ പെയിൻ വളരെ കുറവാണ്. ഈ അബ്ഡമൻ വയറ് കീറിയുള്ള ശസ്ത്രക്രിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത വയറിൽ ഒരു 10 സെന്റിമീറ്ററോളം നീളത്തിലുള്ള മുറിവ് ഉണ്ടാകും. അപ്പം ഈ മുറിവ് നമ്മൾ ഓരോ പ്രാവശ്യം രോഗി ശ്വാസം എടുക്കുമ്പോഴും വയർ അനങ്ങുമ്പോഴും ഒക്കെ ഇതിൽ മുറിവിൽ വേദന ഉണ്ടാകാം. അത്തരം ഒരു മുറിവ് ഇല്ല എന്നതുകൊണ്ട് തന്നെ പെയിൻ വളരെ കുറവാണ്, വേദന വളരെ കുറവായിരിക്കും ഇത്തരം സർജറികളിൽ. പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി പെട്ടെന്നാകും, അത് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഇത് സാധാരണ വൂണ്ട് ഇൻഫെക്ഷൻസ്, അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത അബ്ഡോമിനൽ സർജറിയെക്കാളും നമുക്കിതിൽ കുറവാണ്. മറ്റ് കോംപ്ലിക്കേഷനുകൾ പൊതുവെ ലാപ്രോസ്കോപ്പിക് സർജറിയെ അപേക്ഷിച്ചോ അല്ലെങ്കിൽ അബ്ഡോമിനൽ സർജറിയെ അപേക്ഷിച്ചോ വെജൈനൽ സർജറിയിൽ താരതമ്യേന കുറവായിട്ടാണ് കാണപ്പെടുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സർജറി ചെയ്യുന്നത് കൊണ്ടുള്ള നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന മാറ്റങ്ങൾ, അതുപോലെ ഗുണങ്ങൾ, അതൊക്കെ എങ്ങനെയാണ്? ഈ സർജറിയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാല് വെജൈനയില് ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് പ്രധാനമായിട്ടും ഉള്ളത്. സർജറി കഴിഞ്ഞാൽ ഏതാണ്ട് 4 ആഴ്ച കഴിയുമ്പോൾ തന്നെ രോഗിക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ കഴിയുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെച്ചം. പിന്നെ പലപ്പോഴും പലർക്കും വരുന്നൊരു സംശയം എന്ന് പറഞ്ഞാല് ഇത് കഴിഞ്ഞാല് വെജൈനൽ സർജറി കഴിഞ്ഞാൽ സെക്ഷൽ ഇന്റർകോഴ്സ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ബുദ്ധിമുട്ടോ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് നമ്മൾ ഈ അബ്ഡോമിനൽ റൂട്ടിലാണ് ഈ സർജറി ചെയ്യുന്നതെങ്കിലും, അതല്ല കീഹോൾ ലാപ്രോസ്കോപ്പി റൂട്ടിലെ കീഹോൾ ആണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിലും വെജൈനയിലുള്ള മുറിവ് അതുപോലെ ഉണ്ടായേ പറ്റുള്ളൂ. കാരണം ഈ സെർവിക്സിനെ, ഗർഭാശയ മുഖത്തിനെ നമ്മൾ വെജൈനയിൽ നിന്ന് വേർപെടുത്തിയാൽ മാത്രമേ നമുക്ക് യൂട്രസിന് പുറത്തേക്ക് മാറ്റാൻ
ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ഈ ഒരു മുറിവ് ഇതിൽ എന്തായാലും ഉണ്ടാകുന്നുണ്ട്. വെജൈനൽ റൂട്ടിലാണെങ്കിൽ ഈ ഒറ്റ മുറിവ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, മറ്റു മുറിവുകളൊന്നും ഉണ്ടാകുന്നില്ല. ഈ മുറിവ് ഹീൽ ചെയ്യുന്നതിന് പക്ഷെ ഒരു 4 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം ഒരു 6 ആഴ്ച വരെയൊക്കെയാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞാൽ സാധാരണ നിലയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇത്തരം രോഗികൾക്ക് കഴിയാറുണ്ട്. പിന്നെ വയറിൽ ഒരു മുറിവില്ല എന്നതുകൊണ്ട് തന്നെ രോഗിക്ക് വേദന വളരെ കുറവായിരിക്കും. 3-4 ദിവസം സെക്കൻഡ് ഡേ തന്നെ പലപ്പോഴും രോഗികൾ എണീറ്റ് നടക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ ശരിക്കും നല്ല രീതിയിൽ തന്നെ ഇവർക്ക് എഴുന്നേറ്റ് നടക്കാനും ആംബുലേറ്റ് ചെയ്യാനും അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും കഴിയും. 3-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് ആക്കാൻ കഴിയും. സാധാരണ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു. ഇതെല്ലാം പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലെസ് എക്സ്പെൻസ്, ഏറ്റവും ചിലവ് കുറഞ്ഞ ശസ്ത്രക്രിയയാണ്. പിന്നെ ഇതിന് ഒരുപാട് ഹൈഫൈ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സോ അങ്ങനെയൊന്നും വേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു സർജറി ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയുന്ന എല്ലാ ആശുപത്രികളിലും വെജൈനൽ സർജറി നമുക്ക് ചെയ്യാൻ കഴിയും. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സർജറി ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് എന്തൊക്കെയാണ്? ഈ വെജൈനൽ സർജറി എന്ന് പറയുമ്പോൾ താഴെക്കൂടി ഞാൻ ഈ പറഞ്ഞതുപോലെ താഴെക്കൂടിയാണ് നമ്മളിത് മാറ്റിയിട്ട് വെജൈനയുടെ ഏറ്റവും മുകളിൽ സ്യൂച്ചർ ഇടുന്നുണ്ട്. അപ്പോ വെയിറ്റ് ലിഫ്റ്റിംഗ് നമ്മളൊന്ന് റെസ്ട്രിക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം കുനിഞ്ഞു നൂന്ന് വെയിറ്റ് ഒക്കെ കൂടുതൽ എടുക്കുന്നത് ഒരു 6 ആഴ്ചയെങ്കിലും കഴിഞ്ഞിട്ടല്ല എങ്കിൽ അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുപോലെ 4 ആഴ്ച വരെ നല്ല റെസ്റ്റ്, നല്ല ഒരു അധികം ജോലികളൊന്നും ചെയ്യാത്ത രീതിയിലുള്ള റെസ്റ്റ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ 4 ആഴ്ചയ്ക്ക് ശേഷം സാധാരണഗതിയിലുള്ള ജോലികൾ, ഹൗസ് ഹോൾഡ് വർക്കുകൾ കൂടെ ഇവർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓഫീസ് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വെയിറ്റ് എടുക്കുന്നത് ഒന്ന് റെസ്ട്രിക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത് 4 to 6 വീക്സ് കഴിഞ്ഞതിന് ശേഷം ചെയ്യാം. ആഹാര കാര്യങ്ങളിൽ ഒരു 4 days ഒക്കെ കഴിഞ്ഞാൽ സാധാരണ അതിനു മുൻപ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ആഹാരങ്ങളും കഴിക്കാൻ പറ്റും. പിന്നെ നടക്കുന്നത് എനിക്ക് പലപ്പോഴും സെക്കൻഡ് ഡേ തന്നെ നടക്കാറുണ്ട്. 2-3 ദിവസം കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ തന്നെ നടക്കാൻ ആംബുലേറ്റ് ചെയ്യാറാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത്. വളരെ വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, അതുപോലെ തന്നെ ഏത് തരം ആൾക്കാരിലാണ്, ഏതൊരു സമയത്താണ് നമുക്ക് ഈ ഒരു സർജറി പ്രിഫർ ചെയ്യുന്നത്? ഈ വെജൈനൽ സർജറി ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് വെജൈനയിലൂടെ ചെയ്യുന്ന സർജറി എന്ന് പറഞ്ഞാൽ പ്രൊലാപ്സ് യൂട്രസ് എന്ന് പറയുന്ന അവസ്ഥയിലാണ്. പ്രൊലാപ്സ് യൂട്രസ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രവും വെജൈനയുടെ ഭിത്തികളും പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥ. അപ്പം ഈ ഗർഭപാത്രം പൂർണ്ണമായി ചിലരിൽ പുറത്തേക്ക് തള്ളി വരുന്നു. അതിനോടൊപ്പം വെജൈനയുടെ മുൻഭാഗത്തുള്ള ഭിത്തിക്ക് മുന്നിലോട്ടാണ് മൂത്രസഞ്ചി കാണപ്പെടുന്നത്. അപ്പൊ മൂത്രസഞ്ചി വെജൈനയുടെ ഉള്ളിലൂടെ താഴേക്ക് തള്ളി വരാം. അതുപോലെ റെക്റ്റം അല്ലെങ്കിൽ മലാശയം ഈ വെജൈനയുടെ പുറകിലുള്ള പോസ്റ്റീരിയർ വാളിന് പിന്നിലായിട്ടാണ് റെക്റ്റം കാണപ്പെടുന്നത്. അപ്പം ഈ റെക്റ്റം അല്ലെങ്കിൽ മലാശയം വെജൈനയ്ക്ക് ഉള്ളിലേക്ക് തള്ളി വന്നിട്ട് അതും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാം. ഈ അവസ്ഥയിലൊക്കെ രോഗിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഈ മൂത്രം ഒഴിക്കാനായിട്ട് തോന്നുന്നു, മൂത്രസഞ്ചി നിറഞ്ഞ് മൂത്രം ഒഴിക്കാൻ തോന്നുന്നു. മൂത്രം ഒഴിക്കാനായിട്ട് ഇവർ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഈ മൂത്രനാളിയിലൂടെ പുറത്തേക്ക് പോകുന്നതിന് പകരം ഈ മൂത്രസഞ്ചി വെജൈനയ്ക്ക് ഉള്ളിലേക്ക് തള്ളി വന്ന് അതിനുള്ളിലേക്ക് മൂത്രം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ വരാം. മൂത്രം പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ മലം പോകാനായിട്ട് രോഗി സ്ട്രെയിൻ ചെയ്യുമ്പം മലം സാധാരണ ഏനസ് ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലൂടെയാണ് മലം പുറത്തേക്ക് പോകുന്നത്. ആ പോകുന്നത് പുറത്തേക്ക് വരാതെ ഈ റെക്റ്റം വെജൈനയുടെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുമ്പം അതിനകത്ത് മലം കെട്ടി നിൽക്കാനുള്ള സാധ്യതയും മലം പോകുന്നത് പൂർണ്ണമായിട്ട് പോകാതിരിക്കുകയും ഒക്കെ ചെയ്യാം. അതായത് റെക്ടോസീൽ എന്ന് നമ്മൾ പറയും. ആദ്യം പറഞ്ഞതിന് മൂത്രസഞ്ചി തള്ളി വരുന്നതിന് സിസ്റ്റോസീൽ എന്ന് പറയും. അപ്പൊ യൂട്രസ് തള്ളി വരുന്നു, മൂത്രസഞ്ചി തള്ളി വരുന്നു, മലാശയം തള്ളി വരുന്നു. ഈ അവസ്ഥയിൽ വെജൈനയിലൂടെ ചെയ്ത് ഗർഭപാത്രം തള്ളി വരുന്നു, അത് നമുക്ക് നീക്കം ചെയ്യാൻ കഴിയും. മലദ്വാരം നമുക്ക് നീക്കം ചെയ്യാം, മലാശയം നമുക്ക് നീക്കം ചെയ്യാൻ കഴിയില്ല. കാരണം മല വന്ന് അതിൽ കളക്ട് ചെയ്ത് നിൽക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുക എന്നത് നമ്മുടെ ഒരു ആവശ്യമുള്ളൊരു ഘടകമാണ്, ഒരു ജീവൻ നിലനിർത്തുന്നതിന്. അപ്പൊ അത് നമ്മള് ഡോക്ടർ, ഒരു പ്രേക്ഷക നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചില സംശയങ്ങൾക്ക് വേണ്ടിയാണ്. വിശാഖപട്ടണത്തു നിന്ന് വത്സമ്മയാണ്. വത്സമ്മ, ഡോക്ടറോട് ചോദിച്ചോളൂ. വത്സമ്മ ചോദിച്ചോളൂ. ഹലോ, കോൾ കട്ടായിട്ടുണ്ട്. ഡോക്ടർ തുടരാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ റെക്ടോസീൽ അല്ലെങ്കിൽ മലം പോകുന്ന മലാശയം തള്ളി വരുന്നു, മൂത്രസഞ്ചി തള്ളി വരുന്നു, ഇതിന്റെ എല്ലാം സർജറി നമ്മൾ സാധാരണ വെജൈനയിലൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് മലാശയം നമുക്ക് നീക്കം ചെയ്യാൻ കഴിയില്ല, മൂത്രസഞ്ചി നീക്കം ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത്
ഇത് ഈ ഒരു തള്ളൽ മാറ്റുന്നതിന് വേണ്ടി അവിടെയുള്ള ഫേഷ്യ എന്ന് പറഞ്ഞാൽ അതിനിടയിൽ അതിന് സ്ട്രെങ്ത് കൊടുക്കുന്ന ടിഷ്യൂസിനെ സ്യൂച്ചർ ചെയ്ത് കൂടുതൽ തള്ളി നിൽക്കുന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിന്റെ തൊലി ഭാഗം ആ വെജൈനൽ മ്യൂക്കോസ് നമ്മൾ മാറ്റിയിട്ട് മറ്റ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ടിഷ്യൂസ് തയ്ച്ച് ആ തള്ളൽ നമ്മൾ ഇല്ലാതാക്കുകയും തള്ളി വരുന്ന ഗർഭപാത്രം അഥവാ യൂട്രസ് നമ്മൾ മാറ്റുകയും ചെയ്യുന്നു. ഇതാണ് വെജൈനയിലൂടെ സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും ഈ തള്ളൽ ഇല്ലാത്ത യൂട്രസ് ഒരു നോർമൽ സൈസിലാണ്, നോർമൽ സൈസിൽ അല്ലെ യൂട്രസിന് തള്ളലില്ല, നോർമൽ പൊസിഷനിലാണ്, പക്ഷേ ഗർഭാശയ മുഴകൾ ഉണ്ടാകുന്നു, ഫൈബ്രോയിഡ്സോ അങ്ങനെയുള്ളത്. അതല്ലെങ്കിൽ ഗർഭാശയത്തിനകത്തുള്ള എൻഡോമെട്രിയൽ ലൈനിങ്ങിന് തിക്നെസ് ഉണ്ടാകുന്നു, അതിൽ ചെറിയ ചേഞ്ചസ് വരുന്നു, ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നു, ഗർഭപാത്രം നീക്കം ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അത്തരം അവസരങ്ങളിലും നമുക്ക് ഈ വെജൈനയിലൂടെ ഗർഭപാത്രം നീക്കം ചെയ്യാൻ സാധിക്കും. ശരി ഡോക്ടർ, നമ്മളോടൊപ്പം പ്രേക്ഷകർ വീണ്ടും ചേരുന്നുണ്ട്. വത്സമ്മയാണ്. വത്സമ്മ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് 54 ഇയേഴ്സ് ഉണ്ട്. എനിക്ക് യൂട്രസ് ഒക്കെ എടുത്തു കളഞ്ഞതാണ്. എന്നിട്ട് എനിക്കിപ്പോ യൂറിന് പോകുന്ന സ്ഥലത്ത് ചെറിയ ചെറിയ കുരുപ്പുകൾ പോലെ വരികയും യൂറിൻ പോകാനായിട്ട് പോയി കഴിയുമ്പോഴത്തേനും ഭയങ്കര ചൊറിച്ചിലും നീറ്റലും സഹിക്കാൻ മേലാത്ത വേദന ഉണ്ടാവുകയാണ്. സാധാരണ മൂത്രം പോയി കഴിഞ്ഞ് നീറ്റലോ എത്ര നാളായി സർജറി കഴിഞ്ഞിട്ട്? സർജറി കഴിഞ്ഞിട്ട് 7 വർഷത്തോളം കഴിഞ്ഞു ഡോക്ടറെ. അപ്പം ഇത് സർജറിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. മൂത്രം പോകുമ്പോൾ ഇത് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല. ശരിക്കും മൂത്രം പോകുമ്പോൾ നീറ്റലോ വേദനയോ ഒക്കെ ഉണ്ടാകുന്നത് മൂത്രത്തിലെ അണുബാധ കൊണ്ടാകും. അപ്പൊ അത് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മൂത്രം പരിശോധിച്ച് അണുബാധയുണ്ടോ എന്ന് മനസ്സിലാക്കി അതിന്റെ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്താൽ ഏത് അണുക്കളാണ് ഉണ്ടാകുന്നതെന്നും ആ അണുക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട മരുന്ന് എന്താണെന്നും മനസ്സിലാക്കി ആ രീതിയിൽ അത് ചികിത്സിക്കാൻ കഴിയും. രണ്ടാമത് കുരുക്കളായിട്ടുണ്ടാകുന്നത് ഒരുപക്ഷെ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ ആകാം. അത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് മനസ്സിലാക്കി ചികിത്സിക്കേണ്ട രോഗമാണ്. പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, ആ ഒരു ചോദ്യത്തിനോടൊപ്പം തന്നെയുള്ളൊരു ചോദ്യം തന്നെയാണ്. നമുക്ക് ഈ ഒരു സർജറി ചെയ്തതിന് ശേഷം പീരീഡ്സ് ആവുക, അപ്പോൾ ആ ഒരു അത്തരം സമയങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? അതുപോലെ തന്നെ പീരീഡ്സ് ആവുന്ന സമയത്ത് വേദനകൾ ഉണ്ടാവുന്നുണ്ടോ? ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ കഴിഞ്ഞാൽ പിന്നെ പീരിയഡ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നില്ല. പക്ഷേ ഗർഭപാത്രം നീക്കം ചെയ്യുന്നത് അല്ലാതെയുള്ള വെജൈനൽ സർജറികളും ഉണ്ട്. ഇപ്പൊ മുഴ മാത്രം തള്ളി വരുന്നു, ഫൈബ്രോയിഡ് പോളിപ്പ്, നമ്മൾ അത് മുഴ മാറ്റുന്നു, അതല്ലെങ്കിൽ മറ്റു സിസ്റ്റുകളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത്തരം അവസരങ്ങളിൽ പീരിയഡ്സ് ഉണ്ടാകാറുണ്ട്. സാധാരണ നമ്മൾ ഈ മയോമെക്ടമി, ഫൈബ്രോ മുഴ നീക്കം ചെയ്യുന്നത് പീരിയഡ്സ് കഴിഞ്ഞ ഉടനെയുള്ള ദിവസങ്ങളിൽ ചെയ്യും. കാരണം അപ്പൊ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു 1 മന്ത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പീരിയഡ്സ് വരുന്നത്. ഈ മുഴുവെല്ലാം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അപ്പൊ സാധാരണ വ്യത്യാസം പ്രത്യേകിച്ച് കൂടുതലായി നമ്മൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. സാധാരണ രീതിയിൽ ആർത്തവം വരുന്നത് പോലെ തന്നെ ഇത്തരക്കാരിലും ആർത്തവം വരികയും അതിനോടൊപ്പമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും കഴിയും. തിരികെ വരാൻ ഡോക്ടർ, നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ഇടുക്കിയിൽ നിന്നും ശാന്തയാണ്. ശാന്ത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, ചോദിച്ചോളൂ. എനിക്ക് മൂത്രാശയത്തിന് താഴെയായിട്ട് ഒരു ചെറിയ മുഴ പോലെ വരുന്നുണ്ട്. അതിനെന്താ പരിഹാരം എന്ന് അറിയാൻ വേണ്ടി. എവിടെയായിട്ട് കേട്ടില്ല. മൂത്രാശയത്തിന്റെ താഴെ ഒരു മുഴ പോലെ. തള്ളല് പോലെയാണോ? ഒരു ബോണ്ട പോലെ, ഒരു ഉരുണ്ട് പോലെ. ഉരുണ്ട് മിക്കവാറും അത് മൂത്രസഞ്ചി, ഞാൻ ഈ നേരത്തെ പറഞ്ഞില്ലേ, മൂത്രസഞ്ചി വെജൈനയുടെ ഉള്ളിലേക്ക് തള്ളി വരുന്നതാകാം. അത് പ്രസവമൊക്കെ കഴിഞ്ഞവരില് ബലക്കുറവ് കൊണ്ടുവരുന്ന ഒരവസ്ഥയാണ്. ശരിക്ക് നല്ല തള്ളൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ മൂത്രം അതിൽ കെട്ടി നിൽക്കാനും മൂത്രം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പോകാതിരിക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. കൺസൾട്ട് ചെയ്തതിന് ശേഷം അത് നോക്കിയിട്ട് സർജറിയുടെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നത് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയൂ. പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ ഇതിൻ്റെ ഗുണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഈ ഒരു സർജറിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ടോ? സാധാരണ എല്ലാ ശസ്ത്രക്രിയകൾക്കും ഉള്ളതുപോലെ തന്നെയുള്ള സങ്കീർണതകൾ വെജൈനൽ സർജറിക്കും ഉണ്ടാകാം. എന്നാൽ താരതമ്യേന അബ്ഡോമിനൽ സർജറി ചെയ്യുന്നതിനേക്കാൾ സങ്കീർണതകൾ വെജൈനൽ സർജറിയിൽ കുറവാണ്.
അണുബാധയാണെങ്കിലും നമുക്ക് മറ്റതുപോലെയുള്ള ഒരു അണുബാധ സാധാരണയായിട്ട് ഇതിൽ കാണാറില്ല. ബ്ലഡ് ലോസ് ചിലപ്പോൾ സ്വല്പം രക്തം നഷ്ടപ്പെടാറുണ്ട്. എന്നാലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരുന്ന അവസ്ഥകൾ മറ്റ് സർജറിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ നമുക്ക് ഏത് അവയവങ്ങളാണ് ഏത് സർജറി ആണെങ്കിലും നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് ഇതിനോടൊപ്പം മറ്റ് അവയവങ്ങൾ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യത, മുൻപ് ചെയ്ത ശസ്ത്രക്രിയകളുടെ അഡിഷൻസ് എന്ന് പറയും, ഓർഗൻസ് തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാം. അത്തരം അവസരങ്ങളിൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർജറികൾ കൊണ്ടോ ഒക്കെ മറ്റ് എൻഡോമെട്രിയോസിസ് എന്നൊക്കെ പറയുന്ന ചില കണ്ടീഷനുകളുണ്ട്. അതിലൊക്കെ മറ്റ് ഓർഗൻസ്, അതായത് മൂത്രനാളി, യുറീറ്ററോ ഇൻഡസ്റ്റൈൻ, കുടലോ ഒക്കെ ഗർഭപാത്രമായിട്ട് അടുത്ത് വരികയും ഒട്ടിപ്പിടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ അവയവങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പോലും പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കുടലിനോ മൂത്രസഞ്ചിക്കോ ഒക്കെ ഉണ്ടാകുന്ന മുറിവുകൾ താരതമ്യേന വെജൈനൽ സർജറിയിൽ കുറവായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ആലുവയിൽ നിന്നും സുഹറയാണ്. സുഹറ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. അതെ, ആര്യയിൽ നിന്നാണ്. അത് എന്റെ സഹോദരന്റെ മകൾക്ക് വേണ്ടിയാണ്. അത് 2 വർഷത്തോളം ഇങ്ങനെ ബ്ലീഡിങ് വന്നിട്ട് ചെറിയ ചെറിയ മുഴകളാന്ന് പറഞ്ഞു. ഡോക്ടർ ഇങ്ങനെ സ്കാനൊക്കെ ചെയ്ത് നോക്കി. ഇപ്പൊ ആദ്യം അത് ചുരുങ്ങാനുള്ള മരുന്നുകൾ കൊടുത്തു. കഴിഞ്ഞ മാസം വരെയും കഴിച്ചിരുന്നു. അതിന് മുമ്പ് മെറീനാന്ന് പറഞ്ഞ സാധനം ഇട്ട് അതിങ്ങനെ തള്ളിപ്പോന്നു. പിന്നെ രണ്ടാമത് ഇപ്പൊ ചെന്ന് കൂടുതലായിട്ട് ബ്ലീഡിങ് ആയിട്ട് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് എടുത്തിട്ട് ഉറങ്ങി മെറീന ഇട്ട് നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ സർജറി ചെയ്യേണ്ടി വരുന്നു. ചെറിയ ചെറിയ മുഴകളാണെന്ന് പറഞ്ഞു. അതിനെ പറ്റുന്ന പ്രതികരിക്കുന്ന അറിയാനാ. അല്ല, ബ്ലീഡിങ് ഇത്രയും കൂടുതലുണ്ടെങ്കിൽ എത്ര പ്രായമുണ്ട് കുട്ടിക്ക്? 40 വയസ്സുണ്ട്. ഈ പറഞ്ഞ രോഗിക്ക് എത്ര പ്രായം ഉണ്ടാവും? 40 വയസ്സ്. ഹലോ, 40 വയസ്സ്. 40 വയസ്സ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസരത്തിൽ ബ്ലീഡിങ്ങിന് വേണ്ടി നമ്മൾ യൂട്രസ് മാറ്റുക എന്ന രീതിയിലേക്ക് ഒരിക്കലും പോകാറില്ല. ആദ്യം നമ്മൾ അതിന്റെ മെഡിസിൻസ് കൊടുക്കുന്നു. ചെറിയ മുഴകൾക്കൊന്നും നമ്മൾ യൂട്രസ് റിമൂവ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി അല്ല നമ്മൾ സ്വീകരിക്കാറുള്ളത്. നമ്മൾ ആദ്യം അതിന് മെഡിസിൻസ് കൊടുത്തു നോക്കും. ആ മെഡിസിൻസിൽ ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ മെഡിസിൻ റിലീസിങ് ഇൻട്രായൂട്രൈൻ ഡിവൈസ്, അതായത് ഈ നമ്മൾ കൊടുക്കേണ്ട ഹോർമോണുകൾ പുറത്തേക്ക് വിടുന്ന ഒരു ഡിവൈസ് യൂട്രസിനകത്ത്, അതാണ് ഈ മിറൈന എന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതിട്ട് നോക്കും. ഇതിലൊന്നിലും നിൽക്കാത്ത രീതിയിൽ വളരെ കടുത്ത രീതിയിലുള്ള രക്തസ്രാവം ഉണ്ടായാൽ മാത്രമേ യൂട്രസ് മാറ്റുക എന്നതിലേക്ക് നമ്മൾ പോകാറുള്ളൂ. പ്രത്യേകിച്ച് 40 വയസ്സുള്ളവര് യൂട്രസ് എടുത്ത് കളയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. മിറൈന ഇട്ട് നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, മറ്റൊരു കാര്യം വെച്ചാൽ നമ്മൾ ഈ ഒരു സർജറിക്ക് തയ്യാറാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ സർജറി ചെയ്ത ശേഷം നമ്മൾ ഭക്ഷണക്രമങ്ങളിലോ മറ്റോ വല്ല മാറ്റങ്ങളോ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഈ സർജറിക്ക് തയ്യാറാകുമ്പോൾ ഈ വ്യക്തിക്ക്, ഇപ്പൊ എന്റെ അടുത്താണ് ഒരു പേഷ്യന്റ് വരുന്നതെങ്കിൽ ഞാൻ ആ പേഷ്യന്റിന് യൂട്രസ് റിമൂവ് ചെയ്യാതിരിക്കാൻ പറ്റുന്ന മെഡിക്കൽ മാനേജ്മെന്റ് ആണ് നമ്മൾ എപ്പോഴും ആദ്യം നോക്കുന്നത്. ആദ്യം നമ്മൾ ഗുളികകൾ കൊടുത്തു നോക്കും. പേഷ്യന്റിന്റെ കണ്ടീഷൻ നമ്മളൊന്ന് അസസ് ചെയ്യും. അത് ക്യാൻസർ പോലെയുള്ള രീതികളിലേക്ക് മാറാൻ സാധ്യതയുള്ളതാണോ, വെറും ഒരു മുഴ മാത്രമാണോ, ബ്ലീഡിങ് മാത്രമാണോ, ഹോർമോണൽ ഇംബാലൻസ് ആണോ, ഈ കാര്യങ്ങളെല്ലാം അസസ് ചെയ്തതിന് ശേഷം സർജറിയാണ് ആ രോഗിക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ പേഷ്യന്റിന് വെജൈനൽ സർജറിക്ക് സ്യൂട്ടബിൾ ആയിട്ടൊരു രോഗിയാണോ എന്നത് നമ്മൾ നോക്കും. അതായത് വളരെ വലിയ മുഴ, അതല്ലെങ്കിൽ സർജറി ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാവുന്ന ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഇതിന് നേരത്തെ സർജറിയൊക്കെ കഴിഞ്ഞ് ഗർഭപാത്രവുമായിട്ട് മറ്റ് അവയവങ്ങൾ, കുടലോ മൂത്രനാളിയോ അല്ലെങ്കിൽ ഗർഭാശയ ഭിത്തിയുമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ലക്ഷണങ്ങളുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് തീരുമാനം എടുക്കുന്നത്. അപ്പൊ അതൊരു വെജൈനൽ സർജറിക്ക് സ്യൂട്ടബിൾ ആകുന്ന രോഗിയാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ തീരുമാനത്തിൽ നമ്മൾ എടുക്കുന്നത് ഈ പേഷ്യന്റിന് വെജൈനൽ സർജറി ചെയ്യാമെന്നതാണ്. അപ്പം ആ ഒരു തീരുമാനം എടുക്കാൻ എപ്പോഴും ഒരിക്കലും രോഗിക്ക് കഴിയില്ല. പലപ്പോഴും ഡോക്ടർ ആയിരിക്കും ഇതിന് ഈ പേഷ്യന്റിന് നല്ലൊരു മോഡ് ഓഫ് സർജറി വെജൈനൽ ആണോ എന്ന് തീരുമാനം എടുക്കുന്നത്. അപ്പൊ വെജൈനൽ സർജറി ആണ് എന്ന് തീരുമാനം എടുത്താൽ തീർച്ചയായിട്ടും ആ ഒരു ഓപ്ഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്തതിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമ്മുടെ ശരീരത്തില് കുറേയേറെ വളരെ അധികം ചേഞ്ചുകൾ ഉണ്ടാകാതെ തന്നെ നമുക്ക് യൂട്രസ് വെജൈനയിലൂടെ റിമൂവ് ചെയ്യാൻ കഴിയും. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഉണ്ട്, CRPC, റിയാക്റ്റീവ് പ്രോട്ടീൻ, ഇന്റർലൂക്കിൻസ്, ഇങ്ങനെയൊക്കെയുള്ള ചില മീഡിയേറ്റേഴ്സ് ഉണ്ട്.
പഠനങ്ങൾ നടത്തിയതിൽ ഈ 3 തരത്തിലുള്ള സർജറി, വെജൈനൽ സർജറി, വയറ് കീറിയുള്ള സർജറി, കീ ഹോൾ സർജറി, ഇതിൽ 3ലും ഏറ്റവും കുറച്ച് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് വരുന്നത് വെജൈനൽ സർജറി കഴിയുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് വെജൈനൽ സർജറിക്ക്. വെജൈനൽ സർജറി പറ്റാത്ത ഒരാളാണെങ്കിൽ അടുത്തത് ലാപ്രോസ്കോപ്പിക് സർജറി. കീ ഹോൾ സർജറി തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം കീ ഹോൾ സർജറിയിലാണ് ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കുറവ്, കൂടുതൽ പെട്ടെന്ന് റിട്ടേൺ ടു നോർമൽ ലൈഫ്, റിക്കവറി പെട്ടെന്നായിരിക്കും സർജറി കഴിഞ്ഞതിന് ശേഷം. പക്ഷേ അതിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ഈ 2 മോഡ് ഓഫ് സർജറിയെക്കാളും കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. എല്ലാ സെന്ററുകളിലും പലപ്പോഴും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ ആദ്യം വെജൈനൽ സർജറി നോക്കുന്നു. വെജൈനൽ സർജറി പറ്റാത്ത ഒരാളാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ലാപ്രോസ്കോപ്പിക് സർജറിക്കാണ്. ലാപ്രോസ്കോപ്പിക് സർജറിയും കഴിയാത്ത ഒരാൾ, അല്ലെങ്കിൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഓപ്പൺ സർജറിയിലേക്കാണ് പോകുന്നത്. അപ്പം ഈ ഒരു തീരുമാനം പലപ്പോഴും എടുക്കേണ്ടത് മെഡിക്കൽ എക്സ്പെർട്ടാണ്. നിങ്ങൾ പരിശോധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കുന്ന ഗൈനക്കോളജിസ്റ്റിനാണ് ഇത് ഏത് സർജറിയാണ് ചെയ്യേണ്ടത് എന്ന തീരുമാനം എടുക്കാൻ കഴിയുക. ശരി ഡോക്ടർ, പിന്നെ ഇത് വളരെ വ്യക്തമാണ്. കഴിയാൻ ശ്രദ്ധിക്കേണ്ടത് ആഹാര കാര്യങ്ങളെ ഡോക്ടർ കുറിച്ച് സമയപരിധി ഇടപെടുകയാണ്. തീർച്ചയായിട്ടും സമയപരിമിതി മൂലം ഒന്ന് ഇടപെടുകയാണ്. വെജൈനൽ സർജറിയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തിൽ ഇത്രയും സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലം ഗവൺമെൻറ് വിക്ടോറിയ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ NR റീനയാണ്. ഡോക്ടർ നന്ദി.